ഇവിടുന്ന് അടുത്താണ് കേട്ടോ, കുറച്ച് ദൂരമുള്ളൂ. ഇവിടുന്ന് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, അതിൽ പോയി പെട്ടെന്ന് കേരള പള്ളിയിലേക്ക് എത്താം. അപ്പോൾ പോയിട്ട് അവിടെ എത്തിയിട്ട് വീഡിയോ അയക്കാട്ടോ. ഒരുവിധം എല്ലാവരും എത്തിയിട്ടുണ്ടാവില്ലേ കേരള പള്ളിയിലേക്ക്. അപ്പോൾ ഞങ്ങളിത് ഇവിടെ എത്തി, ഇനി കയറാൻ പോവാണ്. നമ്മുടെ താഴെയുള്ള അമ്പലമാണ് കേട്ടോ, ഗണപതി കോവിൽ. കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് കയറണം. ഞങ്ങൾ സ്റ്റെപ്പ് കയറിയിട്ടാണ് പോയത്. പക്ഷേ കാലിൽ വയ്യാത്തവർക്ക് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ അപ്പുറത്തോടെ വഴിയുണ്ട് കേട്ടോ. അതിൻ്റെ ഫ്രണ്ടിലേക്ക് കാർ എത്തുന്ന വഴിയുണ്ട്. അത് കാരണം കൊണ്ട് ആ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. എന്താ ഭംഗിയില്ലേ. ഞങ്ങളിടയ്ക്ക് പോകാറുണ്ട് കേട്ടോ, തൊഴാനായിട്ട് ഞങ്ങൾ പോകാറുണ്ട്. ഞങ്ങളുടെ ഇവിടെ അടുത്താണ്. ആദ്യം തന്നെ ഞങ്ങൾ വഴിപാട് കഴിക്കാനുള്ള റെസീറ്റൊക്കെ എടുത്ത് അത് കഴിഞ്ഞത് ഞങ്ങൾ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. അപ്പം ഞങ്ങൾ അമ്പലത്തിൽ ഒരു റൗണ്ട് തൊഴുതു. അത് കഴിഞ്ഞത് പുറത്തെ അമ്പലമുണ്ട്, അപ്പോൾ അവിടെയൊക്കെ തൊഴാൻ വന്നേക്കാണ്. നാഗസ്വാമിയുടെ അവിടെയും എല്ലാവിടെയും തൊഴാൻ വന്നേക്കാണ്. അപ്പോൾ അതിരൂസിന് ഞങ്ങളുടെ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നടത്തിക്കുന്നതാണ് കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞ് നടന്നു. പക്ഷേ വീഡിയോ ഒക്കെ അടിപൊളിയായിട്ട് എടുത്ത് തന്നു കേട്ടോ. ഇപ്പോൾ ചുറ്റമ്പലത്തിലൊക്കെ ചുറ്റുള്ള അമ്പലത്തിലൊക്കെ തൊഴാൻ പോവാണ്. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് എന്താ പറയുക, അമ്പലത്തിൽ നിന്ന് കഞ്ഞി ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളാരും വിശന്ന് പോകേണ്ടതില്ല. കഞ്ഞിയൊക്കെ കുടിച്ച് കുറച്ച് നേരം ആ മുകളിൽ ആൽത്തറയിൽ അവിടെ ഇരിക്കുമ്പോണ്ടല്ലോ ഒരു പ്രത്യേക തന്നെയാട്ടോ. പിന്നെ ഞങ്ങളുടെ ഒക്കെ സെൽഫി പിന്നെ എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ അമ്പലത്തിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടില്ലേ, കുറച്ചും കൂടി പണികളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്പലം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരാത്തവരൊക്കെ ഒന്ന് വന്ന് തൊഴണട്ടോ നമ്മുടെ കേരള പള്ളിയിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞത് കഞ്ഞി കുടിക്കാൻ പോവാണ് കേട്ടോ. അതാണ് അവിടേക്ക് എത്തി ഞങ്ങൾ. ഒരുവിധ അമ്പലത്തിലൊക്കെ ചോറായിരിക്കും, പക്ഷേ ഇവിടുത്തെ കുത്തരി കഞ്ഞിയൊക്കെ പറയില്ല, അതേപോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു ഉപ്പേരി ഉണ്ടാവും, അച്ചാറുണ്ടാവും, ചൂട് കഞ്ഞി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം മുകളിൽ നിന്നിട്ട് നോക്കുമ്പോൾ അത്യാവശ്യം ഒരു ഹൈറ്റിലാണല്ലോ അമ്പലം. അപ്പോൾ അതിന് ചുറ്റുമുള്ള വ്യൂ അടിപൊളിയാണ്. ഞങ്ങൾക്ക് അവിടെ നിന്ന് പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. അതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഇനി ഇറങ്ങാൻ പോവാണ് കേട്ടോ. കയറാനായിരുന്നു പാട്, ഇറങ്ങാൻ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നിട്ട് ഞങ്ങൾ പോവാണ്. ആദ്രൂസ് പിന്നെ ഒപ്പം നടക്കണമെന്നൊന്നുമില്ല, അവനിങ്ങനെ കളിച്ച് അത് മതി എൻജോയ് ചെയ്തിട്ടൊക്കെ ആൾ നടക്കുക. അപ്പോൾ താഴെ എത്തി കഴിഞ്ഞിട്ട് വേണം ഗണപതി കോവിലിൽ തൊഴാനായിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ തൊഴുത് ഞങ്ങളങ്ങനെ വീട്ടിൽ പോയി. അപ്പോൾ ഇനി വരാത്തവരൊക്കെ എന്തായാലും വന്ന് തൊഴുതോളോ. അത്രയും അടിപൊളിയായി അമ്പലം. ഓരോ വർഷം ചെല്ലും തോറും അത്രയും പുരോഗമിച്ച് വരുന്നതാണ്. അപ്പോൾ എന്താ പറയുക, അവിടുത്തെ നാട്ടുകാരെയും അവിടെ വരുന്നവരെയും എല്ലാവരും അത്രയും പ്രയത്നത്തിൻ്റെ ഫലമാണ് കേട്ടോ.